ഏതായാലും പഞ്ചായത്തിന് ശേഖരിച്ചേ പറ്റൂ. അപ്പോൾ അതിനുള്ള ഒരു കമ്പോസ്റ്റിംഗ് പ്ലാന്റ് വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്പോസ്റ്റിംഗ് പ്ലാന്റ് വേണ്ടിവരുമെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ ഇതുവരെ അതൊരു പ്രശ്നമായി ഉയർന്നു വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 2 വർഷക്കാലമായി അതിനാവശ്യമായിട്ടുള്ള സ്ഥലം വാങ്ങാൻ വേണ്ടിയുള്ളൊരു അന്വേഷണവും പരിശ്രമവും അതിനാവശ്യമായിട്ടുള്ള പദ്ധതി വീതവും ഒക്കെ വച്ചെങ്കിൽ പോലും സ്ഥലം പൂർണ്ണമായി ഇതുവരെ കൈവശമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് ഇപ്പോൾ വീട്ടുകാരെ സ്വയം കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ അതിൻ്റെ ചിത്രത്തിൽ കണ്ടത് മറ്റ് ജൈവ മാലിന്യങ്ങൾ ഇട്ടതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് കൂടും കൂടെ കൊണ്ടിടുന്നതായിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കൂടെ വേറിട്ട് അത് കുഴിച്ചിടുക നിവർത്തിയുള്ളൂ എങ്കിൽ കുഴിച്ചിടുക, അതല്ലെങ്കിൽ അത് റീസൈക്ലിങ്ങിന് കൊടുക്കുക. അതും കൂടി ശ്രദ്ധിക്കണം. ഇതിൽ ആരെങ്കിലും കാഷ്യൂ ഫാക്ടറി ജോലി ചെയ്യുന്നവരുണ്ടോ? അവിടെ ഉണ്ട്, ഒരാളുണ്ട്. എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളത്, അവിടെ ഇപ്പം ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, അതുപോലെ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അവിടെ വേണ്ട, ഇപ്പം മൂത്രപ്പുര അങ്ങനത്തെ ബാക്കി നിങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒന്ന് എന്തെങ്കിലും ഒരു അസുഖം തോന്നിയാൽ ഒന്ന് കിടക്കാൻ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം അവിടെ ഉണ്ടോ എന്നുള്ള? അവർക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞ് കിടക്കാനും, അല്ല ഇടയ്ക്ക് ഒരു അസുഖം വന്നാലോ അസ്വസ്ഥത തോന്നിയാലോ കിടക്കാൻ റെസ്റ്റ് റൂം കൊടുക്കണമെന്നുണ്ട് ഫാക്ടറി ആക്ടിൽ. അതെല്ലാ ഫാക്ടറിയിലും ഉണ്ട്. അവിടെ ഉണ്ട് ബാത്റൂമും ബാക്കി ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. ഇപ്പം ടൈൽസ് എല്ലാം ഒട്ടിച്ച് പുതിയ മോഡലിലുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫാക്ടറിയിലും, എല്ലാ ഫാക്ടറീസിലും ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. ഉണ്ട്. കുടിവെള്ളം എല്ലാ സാധനങ്ങളും. എനിക്ക് അടുത്ത സംശയം തോന്നിയത് ആ സ്റ്റിച്ചിങ് സെന്ററാണ് കാണിച്ചത്. അതിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചത് മറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓർഡേഴ്സ് ഫിലിമി സൂചിപ്പിച്ച് മറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓർഡേഴ്സ് എടുക്കുന്നുണ്ടെന്നുള്ള യൂണിഫോമിൻ്റെ, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? അതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു പൂർണ്ണ തോതിലേക്ക് മാർക്കറ്റിങ്ങിലേക്ക് പൂർണ്ണമായി പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കുടുംബശ്രീ മിഷൻ തന്നെ ഒരു മാർക്കറ്റിംഗ് വിപണന ശൃംഖല രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ഡിസ്ട്രിക്റ്റുകളിൽ ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തുണി ബൾക്കായി പല കേന്ദ്രങ്ങളിൽ നിന്ന്, ഇപ്പോൾ യൂണിഫോം, അതുപോലെ തന്നെ ചില റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് നിർമ്മാണ യൂണിറ്റുകളെല്ലാം തുണി തന്നാൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ അതോടൊപ്പം തന്നെ ചില ബ്രാൻഡുകളിൽ ഷർട്ടടക്കമുള്ളത് പിന്നെ അതിനുള്ള പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ മാർക്കറ്റിംഗ് ശൃംഖല ഒരു പൂർണ്ണാർത്ഥത്തിലേക്ക് ഇപ്പോഴും പോകാൻ കഴിഞ്ഞു. ഇവിടെ 6000-ഓളം സ്ത്രീകൾ കശുവണ്ടി മേഖലയിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കശുവണ്ടി കൃഷി വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ വ്യാപനത്തിന് വേണ്ടി പഞ്ചായത്ത് എന്തെങ്കിലും പ്രത്യേകം പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടോ? അതോ നിങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടി തന്നെയാണോ ഉപയോഗിക്കുന്നത്? അല്ല, ഒരിക്കലുമില്ല. 22 ഫാക്ടറികളിൽ കശുവണ്ടി ഒരു കാരണവശാലും നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നൽകാൻ. എന്നാൽ ചില പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കശുവണ്ടി നല്ലപോലെ പ്ലാന്റേഷൻ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. പക്ഷേ അത് റബ്ബറിൻ്റെ അധിനിവേശത്തോടു കൂടി കശുവണ്ടി ഏകദേശം പൂർണ്ണമായി ഇല്ലാതായി എന്ന് പറയാം. ചെയ്യുന്നത് അവിടെ ഇപ്പോൾ. എന്നാൽ ചില തുടക്കം ഇപ്പോൾ നെടുമ്പന ഗവൺമെന്റ് ഹോസ്പിറ്റൽ പഴയ ഒരു TB സാനിറ്റോറിയമാണ്. 10 ഏക്കർ സ്ഥലം കോർപ്പറേഷൻ്റെ സഹായത്തോടു കൂടി പൂർണ്ണമായി കാഷ്യൂ പ്ലാന്റേഷൻ നടത്തി ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായി ആദായം ലഭിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കാഷ്യൂ ഒരു പ്രത്യേക പിന്നെ സംവിധാനം തന്നെ, കശുവണ്ടി കൃഷിക്ക് വേണ്ടി ഒരു ഏജൻസി കൊല്ലം ജില്ല കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചു. ഗവൺമെന്റ് ലെവൽ തന്നെ അങ്ങനെയുള്ള ചില ഏജൻസി രൂപീകരിച്ച അതിൻ്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് പിന്നെ 5-6 ഏക്കറോളം സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ വ്യക്തികൾക്ക് 2, 3, 5 ഒക്കെ താല്പര്യമുള്ള ആളുകൾ കണ്ടെത്തി SHM പദ്ധതി അനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം 10 ഹെക്ടർ സ്ഥലത്തേക്ക് ഇത് പ്രത്യേക സ്ഥലത്ത് തന്നെ ആവണമെന്നില്ല, വീടുകൾ കേന്ദ്രീകരിച്ച് 10 ഹെക്ടർ സ്ഥലത്തേക്കുള്ള കശുമാവിൻ തൈകൾ നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തു. കശുമാവ് വികസന ഏജൻസി എന്ന് പറഞ്ഞുകൊണ്ട് അതെ അങ്ങനെ ഒരു ഏജൻസി ഉണ്ട്. അതിന്റെ ഈ ധനസഹായം സ്വരൂപിക്കാനായിട്ട് പഞ്ചായത്തിന് ഏതെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ? കാരണം 6000-ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ്. അല്ല സർ, നമുക്കിപ്പോഴും SHM പദ്ധതിയിൽ ആവശ്യമായ തരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? വലിയ ഒരു മാനസികമായി വലിയൊരു സംതൃപ്തി തോന്നുന്നുണ്ട്. ഒന്ന്, ഈ പഞ്ചായത്തുകളുടെ ജനകീയ ആസൂത്രണ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ളൊരു വേദി ഇപ്പോഴാണ് കൈവന്നത്. പലപ്പോഴും വിമർശനങ്ങൾ മാത്രം ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ആസൂത്രണ പ്രക്രിയയിലുണ്ടായിട്ടുള്ള നേട്ടം അവിസ്മരണീയവും കണക്കാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള വേദികൾ വളരെ കുറവാണ്. അതിനുള്ളൊരു വേദി ഒരുങ്ങിയ ശുചിത്വ മിഷനും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ദൂരദർശനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് വിലയിരുത്താൻ ബഹുമാന്യരായിട്ടുള്ള ഒട്ടേറെ ഇതിൻ്റെ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക രംഗത്തും മറ്റുമൊക്കെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളോട് പങ്കെടുത്തിട്ടുണ്ട്. അവരുടെയും ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ടതായി കണക്കാക്കുകയാണ്. താങ്ക് യു. അപ്പോൾ നമുക്കിനി മാർക്സിലേക്ക് കടക്കാം. കണ്ണൻ സർ. 15-ൽ 12.5, 15-ൽ 11.5, 10-ൽ 7.5, 10-ൽ 7.5. 60-ൽ 46.5 മാർക്സാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഹാപ്പിയാണോ? ഓക്കെ. തീർച്ചയായും നെടുമ്പനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് SMS അയക്കേണ്ട ഫോർമാറ്റ് GKE
NDPN സ്പേസ് 10 നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. മുറിച്ചു മാറ്റാം കേടുബാധിച്ച അവയവം, പക്ഷേ കേടുബാധിച്ച പാവം മനസ്സോ. നമ്മുടെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചറുടെ രാത്രിമഴ എന്ന കവിതയിലെ വരികളാണിവ. ഈ ഓർമ്മപ്പെടുത്തലോടെ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഗ്രാമത്തിന്റെ കഥയുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.